നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറകയില്ല, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയുമില്ല. ദൈവം നമ്മുടെ വിളി കേൾക്കണമെങ്കിൽ നാം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. സദൃശവാക്യങ്ങൾ ശലോമോൻ, ആഗൂർ, ലെമുവേൽ തുടങ്ങിയവരാണ് രചിച്ചത്. 31 അധ്യായങ്ങൾ, ഏതാണ്ട് 915 വാക്യങ്ങൾ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രായോഗികമായ കാര്യത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങൾ, തങ്കലിപികളിൽ എഴുതപ്പെടേണ്ടതായ കാര്യങ്ങളാണ് ഇവിടെ ഓരോന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വളരെ ആഴമായ സത്യങ്ങൾ. തിരുവെഴുത്തുകൾ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ ഭാഗം നേരിട്ട് ഒരാൾ വായിക്കുമ്പോൾ, ഒരു കുട്ടി വായിച്ചാൽ പോലും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം വിളിക്കും. നാം വിളിക്കുമ്പോൾ ദൈവം ചില സമയത്ത് ഉത്തരമരുളുകയില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: അപ്പോൾ അവർ എന്നെ വിളിക്കും. എപ്പോൾ? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നാം ഭയപ്പെടുന്നത് ഭവിക്കുന്നതായ സമയങ്ങൾ, അനർത്ഥം സംഭവിക്കുന്നതായ വേളകൾ, ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടുന്നത് കൊടുങ്കാറ്റ് പോലെയും നമ്മുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നമുക്ക് വരുമ്പോൾ, നമ്മൾ വിളിച്ചാൽ ദൈവം വിളി കേൾക്കണമെങ്കിൽ ഈ സദൃശവാക്യം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം: ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിട്ട് ആരും കൂട്ടാക്കാതെയും എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ വിളിക്കുമ്പോൾ വിളി നമ്മൾ കേൾക്കണം. ദൈവം എങ്ങനെയൊക്കെ വിളിക്കും? നേരിട്ട് ദൈവം വിളിക്കും. നേരത്തെ വിളി കേട്ട് അനുസരിച്ചിട്ടുള്ളവരിലൂടെ ദൈവം വിളിക്കും. അപ്പോൾ വിവിധ നിലകളിൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളി കേട്ട് ദൈവത്തിൻ്റെ നടത്തിപ്പിന് നാം വിധേയപ്പെടാതെ മുൻപോട്ട് പോയാൽ കഷ്ടവും സങ്കടവും നാം ഭയപ്പെടുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുമ്പോൾ നമ്മൾ വിളിക്കും. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ആ സമയത്ത് നമ്മുടെ വിളി എന്ത് ചെയ്യത്തില്ല? കേൾക്കുകയില്ല. ദൈവം ഉത്തരം പറയുകയില്ല. ഈ ശൗൽ രാജാവ് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി പോയി. ഊറീമ് കൊണ്ടും തുമ്മീമ് കൊണ്ടും ശൗലിനോട് ദൈവം ഉത്തരം പറഞ്ഞില്ല എന്നാണ് വായിക്കുന്നത്. എന്തുകൊണ്ടാണ്? അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ്. പല ആവർത്തി ദൈവം ഇടപെട്ടിട്ടും അതിന് വിധേയപ്പെടാതെ തനിക്ക് ബോധിച്ച വഴിയിലൂടെ പോയ അനന്തരം വലിയ കഷ്ടത്തിലും ദുരിതത്തിലുമായപ്പോൾ ദൈവത്തെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചാൽ ദൈവം വിളി കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് എനിക്കിപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതിന് മനസ്സില്ല എന്നുള്ളതായ ചിന്തയിൽ മുന്നോട്ട് പോകാതെ, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് കൊള്ളുന്നത് പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എന്നാൽ നിനക്ക് മനസ്സായില്ല എന്ന് കർത്താവ് പറയുന്നു. യെരൂശലേമിനെ കോഴി തൻ്റെ കുഞ്ഞിനെ ചേർക്കുന്നത് പോലെ ചേർക്കാൻ കർത്താവിന് മനസ്സായിരുന്നു. അതുപോലെ കർത്താവ് മനസ്സ് വയ്ക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നമ്മൾ സഹകരിക്കണം. നമുക്ക് സമൃദ്ധിയും സുഖവും സന്തോഷവും ഉണ്ടാകുന്നതായ കാലഘട്ടങ്ങൾ, അത് ദൈവത്തോടുകൂടെ ചേർന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ കഷ്ടതയുടെ സമയവും ദൈവം നമ്മോട് ചേർന്ന് നടക്കുവാനായിട്ട് ഇടയാകും. യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ ആ ഇടയൻ കൂരിലിൻ്റെ താഴ്വരയിൽ നമ്മോടുകൂടെ സഞ്ചരിക്കുവാനിടയാകും. ബർത്തിമായി നിലവിളിച്ചപ്പോൾ അവൻ വിളിച്ച വിളിയുടെ മുൻപിൽ യേശു കർത്താവ് നേരത്തെ കർത്താവിനെ അനുസരിച്ചവരോടാണ് പറയുന്നത്, അവനെ വിളിപ്പീനെന്ന്. അവൻ ആ വിളി കേട്ട് അനുസരിച്ചു. അവന് കാഴ്ച ലഭിക്കുവാനായിട്ടിടയായി. ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കില്ല. ദൈവത്തിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വിധേയപ്പെടാം. സമ്പൂർണമായി ദേഹം, ദേഹി, ആത്മാവ്, സമസ്തം. ദൈവമേ, ഞാൻ വിളിച്ചാൽ കേൾക്കണമെങ്കിൽ അങ്ങ് വിളിക്കുന്നത് ഞാൻ അനുസരിക്കണം. ദൈവത്തെ നാം എല്ലായ്പ്പോഴും കേൾക്കാനും ശ്രദ്ധിക്കാനും അനുസരിക്കാനും മനസ്സ് വെച്ചാൽ നമ്മുടെ കഷ്ടത മാത്രമല്ല, അത് ദൈവത്തിൻ്റെ കഷ്ടതയാണ്.
ദൈവം നാം വിളിച്ചാൽ ഉടൻ ഉത്തരമരുളും. ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. അത് ഈ വചനഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ്. ദൈവം വിളിക്കുമ്പോൾ വിളി കേൾക്കാം. അങ്ങനെ നാം വിളി കേട്ടാൽ, നാം വിളിക്കുമ്പോൾ ദൈവം ഏറ്റവും അടുത്ത സഖിയായി ഇറങ്ങി വരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.